ഒരു സിനിമയിൽ കാഴ്ചക്കാരെ ത്രില്ലടിപ്പിക്കാൻ സിനിമയുടെ ഗ്രാഫ് വരുത്താനൊക്കെയാണ് ക്യാമിയോ റോളുകളും ഗസ്റ്റ് റോളുകളൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അത് വിജയിക്കാറുണ്ട്, ചിലപ്പോൾ അത് പാളാറുണ്ട്. പക്ഷെ ചിലത് നമുക്ക് വളരെ സ്പെഷ്യലായിരിക്കും. ആ സ്പെഷ്യൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യം തന്നെ മലയാളത്തിലെ ഒരു ലേഡി ക്യാമിയോ റോളിനെ പറ്റി പറയാം. മലയാളത്തിൽ പൊതുവെ ലേഡി ക്യാമിയോ റോളുകൾ കുറവാണ്. എന്നാലും 1988 രഘുനാഥ് പാലേരി എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിലാണ് ആചാര്യയുടെ മൊഞ്ചത്തിയായ മൂന്നാമത്തെ ഭാര്യ ആരാണ് നമ്മളൊക്കെ അറിയുന്നത്. നമ്മളേവരെയും സംതൃപ്തിപ്പെടുത്തി നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർവതി കയറി വരുമ്പോൾ നമ്മളേവരും ആ സിനിമയെ കൂടുതൽ സ്നേഹിച്ചു. ഇന്നും മലയാളത്തിലെ ഒരു റൊമാൻറ്റിക് ക്ലാസിക് കോമഡി ചിത്രം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ചിത്രം മനസ്സിലായിട്ടുണ്ടാവും, പൊന്മുട്ടയിടുന്ന താറാവ്. ഇനി പറയാനുള്ളത് നമുക്ക് വിശാഖ് നായരെയും റോഷൻ മാത്യൂസിനെയും അനാർക്കലിയും സമ്മാനിച്ച സിനിമയിലെ ഒരു വമ്പൻ മലയാളി സ്രാവിനെ പറ്റിയാണ്. ആ റോൾ ഏതാണെന്ന് മനസ്സിലാവാൻ ആ പാട്ട് തന്നെ ധാരാളം. ഒരു ഒന്നൊന്നര ക്യാമിയോ തന്നെയായിരുന്നു. ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന് സിനിമയുടെ ഗ്രാഫ് തന്നെ കയറ്റിയ ഒരു സീൻ. സിനിമയ്ക്ക് മൊത്തത്തിൽ ആ റോള് അല്ലെങ്കിൽ ക്യാരക്ടർ ആവശ്യമില്ലെങ്കിലും ആ ഭാഗത്ത് അത് പെർഫെക്റ്റ് പ്ലേസിംഗ് ആയിരുന്നു. ആൾ വന്നു, ത്രില്ലടിപ്പിച്ചു, പോയി. ത്രില്ലടിപ്പിക്കുക മാത്രമല്ല ക്യാമിയോ റോളുകൾ ചെയ്യുന്നു. മലയാളികളെ സങ്കടപ്പെടുത്തിയും നിരാശപ്പെടുത്തിയ ക്യാമിയോ റോളുകളുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സിനിമ അവസാനത്തിലേക്ക് വരുന്നു. മെല്ലെ കാണികൾ സിനിമയിലേക്ക് അടുക്കുന്നു, മെല്ലെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്തോ ഒന്ന് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്. അവിടെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരാൾ ക്യാമിയോ റോളായിട്ട് വരുന്നത്. ലാലേട്ടൻ്റെ എക്കാലത്തെ മികച്ച ഗസ്റ്റ് റോൾ, ആമിയുടെ നിരഞ്ജൻ. ഞാൻ പോവുകയാണ്, സമയം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കില്ല, ഞാൻ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ലാലേട്ടനൊക്കെ സൂപ്പർ സ്റ്റാറായിട്ട് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ റോളൊക്കെ ചെയ്യുന്നത്. മൂപ്പ് എന്നതോടുകൂടി ആളുകൾ ഇമോഷണലി സിനിമയായിട്ട് ഒന്നുകൂടി കണക്റ്റായി. കാണികൾക്ക് സിനിമ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു. ഇനി പറയാനുള്ളത് മലയാളത്തിലെ ഒരു പവർഫുൾ ഗസ്റ്റ് റോളിനെ കുറിച്ചാണ്. മൂപ്പർ ഈ റീസെൻ്റായിട്ട് ചെയ്തു വെച്ചൊരു ഗസ്റ്റ് റോള് നമ്മൾ കളിയാക്കുമെങ്കിലും അല്ല, അത് ബോറായിരുന്നു. നല്ലൊരു പടത്തിൻ്റെ അവസാനം കൊണ്ടുവന്ന് അലമ്പാക്കി. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. മൂപ്പർ ചെയ്തു വെച്ച ഗസ്റ്റ് റോളിൻ്റെ പവറിനേക്കാൾ വേറൊരു ഗസ്റ്റ് റോള് മലയാളത്തിൽ വന്നിട്ടില്ല. ഈ ഗസ്റ്റ് റോളിൻ്റെ തട്ട് കാണു തന്നെ ഇരിക്കും. അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. ലാലേട്ടനൊരു പ്രശ്നം വന്നാൽ ആര് വരണം? ഇക്ക വരണം. ഇത്രയും ത്രില്ലടിപ്പിക്കുന്ന വേറൊരു ഗസ്റ്റ് റോൾ പ്ലേസിങ്ങും മലയാളത്തിലില്ല. ഇനി ഇതുപോലെയൊക്കെ വരും, നമുക്ക് നോക്കാം. അപ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് റോളുകൾ കഴിഞ്ഞിട്ടില്ല, ഇനി പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.